ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്നൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇപ്പോൾ വെണ്ടക്ക കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെണ്ടക്ക കൊണ്ട് നമുക്ക് പല ഐറ്റംസും ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ എന്താ പറയുക, ഒരു ടേസ്റ്റ് കൂടുതലായിട്ടുള്ള ഒരു ഐറ്റമാണ് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു 250 ഗ്രാമോളം വെണ്ടക്ക എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ റെസിപ്പിക്ക് ചെറിയൊരു വ്യത്യാസം ഞാൻ വരുത്തുന്നുണ്ട്. ചപ്പാത്തിക്കാകുമ്പോൾ വേറൊരു തരത്തിലും അതുപോലെ ചോറിനാകുമ്പോൾ വേറൊരു തരത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്കൊക്കെ ഇവിടെ റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒരു 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂണോളം കടുക്, ഒരു ടീസ്പൂണാണ് വേണ്ടത്. അത് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെണ്ടക്കയൊക്കെ ഇവിടെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു ഫ്രൈ ആയതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഫസ്റ്റ് തന്നെ ഉപ്പ് ചേർക്കേണ്ട, ഒന്ന് ഫ്രൈ ആയതിനു ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഇവിടെ ഒരു ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സാക്കി ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, ഒരു കളർ വ്യത്യാസത്തിനായിട്ട് മാത്രം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ഒരു ചെറിയൊരു സവാള, അത് നീളത്തിലരിഞ്ഞത്, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വെണ്ടയ്ക്കയിൽ യോജിപ്പിച്ചെടുക്കാം. ഇത് എല്ലാം കൂടി ഒപ്പരം ഇട്ട് കൊടുക്കരുത്. എപ്പോഴും വെണ്ടയ്ക്ക ഒരു ഫ്രൈ ആയതിനു ശേഷം മാത്രം ഉള്ളി ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കുറച്ചൊരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഈ ടൈമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വെണ്ടയ്ക്ക കാണുന്നില്ല, നമ്മളെ ഈ പശവശപ്പെല്ലാം പോയി നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, അതായത് തക്കാളിൻ്റെ പോർഷൻ മാത്രം ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലിയാണ്. പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പക്ഷേ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത്, ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, വേണ്ടവർ മാത്രം ചെയ്താൽ മതി. അതാണ് പറഞ്ഞത്. ചോറിനാകുമ്പോൾ തേങ്ങ നല്ലതാണ്. ചപ്പാത്തിയിലാകുമ്പോൾ നമുക്ക് രാത്രി ഒന്നും തേങ്ങ ഇടുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഉണ്ടാക്കി കൊടുക്കാം, നിങ്ങളെ ചോയ്സ് പോലെ കേട്ടോ. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കിയ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കമൻറ്റ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. ഇനി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.